നമ്മള് ഇപ്പൊ ഈ ഓപ്ഷന്റെ എടുത്തു കഴിയുമ്പോൾ നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് ഒരു ലോസിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എക്സിറ്റ് ചെയ്യാൻ ഒരു മൈൻഡ് കിട്ടാത്ത അവസ്ഥയുണ്ട് സാറേ. അത് പിന്നെ കീറും എന്നും പറഞ്ഞ് വീണ്ടും നമ്മൾ ഇരിക്കുന്നു, വീണ്ടും ലോസിലേക്ക് പോകുന്നു, അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. അതിന്റെ ഒരു പ്രശ്നമാണോ അത്? വേറെ ആർക്കെങ്കിലും അത്തരം ഒരു മൈൻഡ് അവസ്ഥ ഉണ്ടോ? എനിക്കുണ്ട് സാർ അത്തരത്തിൽ അവസ്ഥ. അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് വെച്ച് പോയാൽ കുഴപ്പമില്ല, ആ ലോസേ വരത്തുള്ളൂ. നല്ല ലോസുകൾ വരുവാണ് ഇതിനകത്ത്. അതെ സാർ, അത്തരത്തിലൊരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഞാൻ നേരത്തെ ഒരു മെസ്സേജ് തന്നിട്ടാണ് സ്റ്റോപ്പ് ലോസിന്റെ കാര്യം. അത് ഞാൻ റയീസ് സാറിന്റെ ക്ലാസ്സിൽ നിന്ന് കേൾക്കാം. അപ്പൊ സ്റ്റോപ്പ് ലോസ് വെച്ച് പോയില്ലെങ്കിൽ പണിയാവും. റിസ്ക് മാനേജ്മെന്റ് അത് പഠിക്കാത്തതിന്റെ പ്രശ്നമാണ്. എന്നാലും നമുക്ക് ഇത് കീറുമെന്ന്, അപ്പൊ അതൊരു വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്താ ചെയ്യണം? അല്ല, അത് നമ്മള് ക്യാപിറ്റൽ മാനേജ്മെന്റ് പ്രകാരം അത് പഠിച്ചേ മതിയാവും. നിർബന്ധപൂർവ്വം ചെയ്യുമെന്ന് മനസ്സിലാക്കണം. ഞാനൊരു 3-4 ദിവസം കൊണ്ട് അതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എടുക്കാതിരിക്കാനാ ഞാൻ ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ലോട്ട് എടുക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്ന കാരണം. അതായത് ഇപ്പൊ പറഞ്ഞു വന്ന ഇഷ്യൂ ഇതാണ്, ഒരു ട്രേഡ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി എന്ന് കണ്ടാലും അത് എക്സിറ്റ് ചെയ്യാൻ തോന്നുന്നില്ല എന്നാണോ? അതെ, അത് നമ്മൾ ചിലപ്പോൾ നമ്മൾ ആ സ്റ്റോപ്പ് ലോസിന്റെ അടുക്കൽ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് കയറി കുറച്ച് താഴത്തോട്ട് ഇറങ്ങുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഇത് മേലോട്ട് കയറും എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. പക്ഷെ ആ പ്രതീക്ഷ അസ്ഥാനത്ത് വെച്ചുകൊണ്ട് വീണ്ടും ലോസ് ആവുന്നു. അപ്പോൾ കയറട്ടെ എന്നുള്ള ഒരു ധാരണയിൽ അങ്ങനെ നിന്നുകൊണ്ട് നമുക്ക് ആ ക്യാപിറ്റലിലെ മുഴുവനും ഒരു 70% നമ്മൾ ആകുമ്പോൾ നമുക്ക് ഇത് എക്സിറ്റ് ചെയ്യാൻ വേണം. പക്ഷെ നമുക്ക് പിന്നീട് അത് മേലോട്ട് കയറുന്നേ ഇല്ല. ഒരു 70% കഴിയുമ്പോഴാണ് പിന്നെ നമ്മൾ എക്സിറ്റ് ആകുന്നത്. ഞാൻ അതിലേക്ക് വരാം. കാരണം പക്ഷെ ഒരു ഇച്ചിരി മനസ്സൊക്കെ ഒന്ന് കല്ലാക്കിയിട്ടിരിക്കും കേട്ടോ. അതെ, സാറ് പറയുന്ന അക്ഷരം പ്രതി അനുസരിക്കുക എന്നാണ് നമുക്ക് പറ്റുന്ന ഒരു സന്തോഷമുള്ള കാര്യം. അതുകൊണ്ട് നമുക്ക് പറ്റുന്നില്ലാത്ത സാഹചര്യം. അതല്ല, കാര്യം പറഞ്ഞാൽ എന്നെക്കാളും പ്രായം കൊണ്ടെന്നുള്ള സത്യമാണ്. പക്ഷെ ഇനി കുറച്ച് എന്തൊക്കെയാവും. അതെ അതെ അതെ. പിന്നെ ഇതൊക്കെ ഇതിൽ സംഭവിക്കാവുന്നേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് പോകുന്നത്. അതിന് നമ്മളെ മനസ്സ് പതറാൻ അനുവദിക്കുന്നില്ല, അത്ര തന്നെ. ഇതിന് ചില പാഠങ്ങൾ നമ്മൾ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊന്നുമല്ല അതിലേക്കൊക്കെ വരാം. ഈ ഗോൾഡിന്റെ ഒക്കെ ഈ എന്താ പറയാ സ്റ്റോക്കുകൾ ഇങ്ങനെ വല്ലാണ്ട് മൂവ്മെന്റ് കാണുന്നുണ്ടല്ലോ അല്ലെ? ഇന്ന് പക്ഷെ കല്യാൺ ജ്വല്ലേഴ്സ് വല്ലാണ്ട് ഇടിഞ്ഞു 100 പോയിന്റോളം, പിന്നെ വീണ്ടും കയറി. പേരിൽ ഗോൾഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഗോൾഡിന്റെ സ്റ്റോക്ക് ആയിക്കോളാം നിർബന്ധമൊന്നുമില്ല. ഗോൾഡിന്റെ സ്റ്റോക്കാണ്, അതിന് ബിസിനസ് ഐഡിയ ഉണ്ടോ? എനിക്കറിയില്ലല്ലോ. ഞാനത് ഗോൾഡ് ഡയമണ്ട് സ്റ്റോക്ക് ആണ് സാറേ. ഡയമണ്ട്, അതെ അതെ, ഈ കല്യാൺ ജ്വല്ലേഴ്സ് പോലെയുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. അങ്ങനെയാണ് ഇതിൽ വന്ന് പെട്ടത്. എങ്ങനെയോ ആയിട്ടുണ്ടല്ലോ. ഈ അതുപോലെ തന്നെ ഇന്നൊന്ന് ഒബ്സർവ് ചെയ്തത് എല്ലാ IT സ്റ്റോക്സും താഴെയാണ്. മറ്റേ ഇത് മാത്രം TCS മാത്രം ബൂം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഞാനും പറഞ്ഞു തരുന്നത്, എത്രയൊക്കെ ആയിട്ടും ചങ്കരം പിന്നെ തന്നെ എന്ന് പറഞ്ഞ അവസ്ഥയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്തുവാ ഇത് ചെയ്താൽ ശരിയാവില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മുടെ ഉള്ളിലിരുന്ന് ആരൊക്കെയോ നമ്മളെ കൊണ്ട് നിർബന്ധപൂർവ്വം അതങ്ങ് ചെയ്യിക്കുന്നു. ഇപ്പൊ പൊതുവെ പറഞ്ഞത്, ഇപ്പൊ സാറ് പറഞ്ഞത് ഗോൾഡിന്റെ സ്റ്റോക്കുകളൊക്കെ താഴെ പോകുന്നു, ആ ഒരു ബേസ് ചെയ്തിട്ട് പറയുന്നു. IT സ്റ്റോക്കുകളൊക്കെ താഴെ പോകുന്നു, അതിനിടയ്ക്ക് ഏതോ സ്റ്റോക്ക് ബും എന്ന് പറഞ്ഞ് കയറി പോകുന്നു. ഇതിനൊക്കെ ഉള്ള സൊല്യൂഷൻ നമ്മളുടെ ക്ലാസ്സിൽ എത്രയോ പ്രാവശ്യം പറഞ്ഞതാണ്. അതായത് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡസ്ട്രിയെ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഏരിയ അല്ലെങ്കിൽ ഇപ്പൊ ഗോൾഡ്, IT, അതല്ലെങ്കിൽ ഇപ്പോ ഈ പറഞ്ഞ പോലെ കൺസ്യൂമർ പ്രോഡക്റ്റ്, ഇങ്ങനെയുള്ള ഓരോ സെഗ്മെന്റിനെ ബേസ് ചെയ്യാതെ അതത് സ്റ്റോക്കിന്റെ മൂവ്മെന്റിനൊപ്പം നിൽക്കാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള. കാരണം ചില സമയത്ത് ഏതെങ്കിലും ഒരു സെഗ്മെന്റ് നല്ല രീതിയിൽ കയറി പോകുന്നുണ്ടെങ്കിൽ എല്ലാ സ്റ്റോക്കുകളും മൂവ് ചെയ്തോളം നിർബന്ധമില്ല. ഏതെങ്കിലും സെഗ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ എല്ലാ സ്റ്റോക്കുകളും നെഗറ്റീവ് വന്നോളം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഒരു കാര്യം, ഒരു സ്റ്റോക്ക് ആ ട്രെൻഡിന് അല്ലെങ്കിൽ ആ സെഗ്മെന്റിന് എഗെയിൻസ്റ്റ് പോകുന്നുണ്ടെങ്കിൽ അധികം ഹോൾഡ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആ ഓപ്പോസിറ്റ് മൂവ്മെന്റ് നമുക്ക് പ്രോഫിറ്റ് ആക്കി മാറ്റാൻ ചെയ്യാനൊക്കെ പറ്റും, ചെയ്താലും മതി. എപ്പോഴും നമ്മളുടെ ക്ലാസിന്റെ ഏറ്റവും വലിയൊരു പോയിന്റ് ആണ്, നിങ്ങൾ മറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡേഴ്സിനെ പോലെ ആകരുത് എന്നുള്ളത്.
അവർക്ക് എക്സ്ക്യൂസുകളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. എക്സ്ക്യൂസുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന കാരണം കൊണ്ട് ഇന്നതുപോലെ സംഭവിച്ചു, അതുകൊണ്ട് എനിക്കും അതുപോലെ സംഭവിച്ചു, അല്ലെങ്കിൽ ഇന്ന കാരണം കൊണ്ട് ഇന്ന പോലെ സംഭവിച്ചു, എനിക്കും അത് നേട്ടം കിട്ടി. ഇതാണ് എല്ലാവരുടെയും ബേസ്. അങ്ങനെ പോകരുത്. അങ്ങനെ പോയിട്ട് ഇന്നേ വരെ സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ സക്സസ് ആയിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, സക്സസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷേ അതൊന്നും അല്ല നമ്മളുടെ ടാർഗറ്റ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് സ്റ്റോക്ക് എങ്ങോട്ട് പോയാലും അതിനൊപ്പം കുറച്ചു കാലമെങ്കിലും നിന്ന് പോവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് ലോങ് ടൈമിലേക്ക് റിസൾട്ട് കൊണ്ടുതരുമോ? ലോങ് ടൈമിലേക്ക് റിസൾട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കരിയർ ആക്കി മാറ്റണമെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലൂടെ നമുക്കൊരു സ്ഥിര വരുമാനം ഉണ്ടാക്കണമെങ്കിൽ അതിന് നമ്മുടെ ക്ലാസ്സിൽ എപ്പോഴും പറയാറുണ്ട്, ഒന്ന് ആറ്റിറ്റ്യൂഡ് റെഡി ആവണം, 2 സിസ്റ്റം, മൂന്നാമത്തത് ഡിസിപ്ലിൻ. ഇത് മൂന്നിന്റെയും അഭാവമാണ് ഇപ്പൊ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം. ഇപ്പൊ സുരേഷ് സാർ പറഞ്ഞു, ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇറ്റാലും നമുക്കത് തിരിച്ചു കയറുന്ന നോക്കുമ്പോൾ നമുക്കത് ഹോൾഡ് ചെയ്യാൻ തോന്നും. ഇതൊരിക്കലും ഒരു സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടല്ല പോകുന്നത്, നമ്മുടെ മൈൻഡ് സെറ്റിനെ മാത്രം ആശ്രയിച്ചിട്ടാണ്. മൈൻഡ് സെറ്റ് എന്നുള്ളത് ആദ്യം തിരിച്ചറിയേണ്ടത് അത് നമുക്ക് അനുകൂലമായിട്ടുള്ള സാധനം മാത്രമൊന്നുമല്ല. നമ്മളെ പലപ്പോഴും അപകടങ്ങളിൽ കൊണ്ട് ചെന്നെത്തിക്കുന്നതും ചെയ്യുന്നതും ഈ മൈൻഡ് സെറ്റ് തന്നെയാണ്. പക്ഷേ ഈ മൈൻഡ് സെറ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണെന്നും അതിനെ കൺട്രോൾ ചെയ്യാൻ നമ്മളൊന്നും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ ഇമോഷൻസ് എന്താണോ അതിന്റെ പുറകെ പോകുന്നു. ഇമോഷൻസ് എന്താണോ അതിന്റെ പുറകെ പോയിട്ട് ആ ഇമോഷൻ ബേസ് ചെയ്തിട്ടുള്ള ഡിസിഷൻസ് എല്ലാ സ്ഥലങ്ങളിലും എടുക്കുന്നു. തീരുമാനങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉൾപ്പെടെ ബാക്കി എല്ലാ സ്ഥലങ്ങളും ഇമോഷൻ ബേസ് ചെയ്തിട്ടുള്ള ഡിസിഷൻസ് എടുക്കുമ്പോൾ അതിന് വരുന്ന റിസൾട്ടുകളും നമുക്ക് ഇമോഷൻ തന്നെ കൊണ്ടുതരുള്ളൂ, വേറെ ഒന്നും കൊണ്ടുതരില്ല. അതിപ്പോ എന്തിനും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പൊ എല്ലാവരും പറഞ്ഞു ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാവരും നല്ല കുറച്ച് പേര് പറഞ്ഞു ഒരു എൻട്രി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അത് താഴേക്ക് വരുന്നു, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്നു, എക്സിറ്റ് ആവുന്നു, നമുക്കറിയാം. പക്ഷേ എങ്കിൽ പോലും അത് എക്സിറ്റ് ചെയ്യാനുള്ള മനസ്സ് വരുന്നില്ല. കാരണം ഇതെങ്ങനെ എക്സിറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും ലോസ് അല്ലേ എന്നുള്ള ചിന്തയാണ്. അപ്പോ ഈ ചിന്ത കൊണ്ട് നമുക്കത് എക്സിറ്റ് ചെയ്യാൻ തോന്നുന്നില്ല. ഇത് തോന്നാത്തതിന്റെ പ്രധാന കാരണം നമ്മളുടെ മൈൻഡ് സെറ്റ് തന്നെയാണ്. ലോസ് നമുക്കുള്ളതല്ല, അല്ലെങ്കിൽ ലോസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ്. ഈ ലോസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റോപ്പ് ലോസ് എന്ന കാര്യം തന്നെ നമ്മൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അത് ലോസ് ഹിറ്റായി കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചോളം ഈ ആനന്ദ് എന്ന് പറയുന്ന സ്റ്റോക്ക് എക്സാമ്പിൾ ആണ് ഇപ്പൊ പറയുന്നത്. ആനന്ദ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം നമുക്ക് എൻട്രി ഉണ്ടായിരുന്നു. ഈ ആനന്ദ് എന്നുള്ള സ്റ്റോക്ക് നമുക്കിവിടെ ഈ ഭാഗത്ത് ഇത് ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്തതാണ് ഈ ആനന്ദ്. അതിനുശേഷം അവിടെ മാർക്കറ്റ് പൊതുവെ ഒരു നെഗറ്റീവ് മൂഡ് വന്നപ്പോൾ ഈ ഒരു തൊട്ടടുത്ത സപ്പോർട്ട് ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്യുകയും ചെയ്തു. ചെറിയ ലോസിൽ അത് എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ വെച്ച് എടുത്ത ആളുകളുണ്ട് ആനന്ദ്. ഇതിന്റെ മുകളിൽ വെച്ച് എടുത്ത ആളുകളുണ്ട്, അത്യാവശ്യം നല്ല പ്രോഫിറ്റിൽ എത്തിയിട്ട് ഇവിടെ വെച്ച് എക്സിറ്റ് ചെയ്ത ആളുകളും ഈ ആനന്ദ് തന്നെയുണ്ട്. അപ്പോ ഈ ആനന്ദ് ഇന്ന് എന്തുകൊണ്ടാണ് എൻട്രി എടുത്തത്? നമ്മള് 900 മുകളിലേക്ക് കയറിയപ്പോൾ എൻട്രി എടുത്ത് ഇത് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി എനിക്ക് നഷ്ടം വന്നു എന്നുള്ളത് കൊണ്ടല്ല. ഇത് സ്റ്റോപ്പ് ലോസ് ഹിറ്റായെങ്കിലും തിരിച്ചു കയറാനുള്ള സ്ട്രെങ്ത് മാർക്കറ്റ് കാണിച്ചപ്പോൾ എന്റെ സിസ്റ്റം അനുസരിച്ച് ഞാൻ ഫോളോ ചെയ്യേണ്ട രീതി അനുസരിച്ച് തിരിച്ചു കയറുമ്പോൾ എൻട്രി എടുക്കാന്നുള്ള എന്റെ ഒരു ജോലിയാണ്. ഒന്ന് ചിന്തിക്കുക, ഇവിടെ നിങ്ങൾ ഇമോഷണൽ ആയിട്ടാണ് ഈ ഒരു സ്റ്റോക്കിനെ സമീപിച്ചിരിക്കുന്നതെങ്കിൽ ഈ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയതിനു ശേഷം ഇതിനെ മൈൻഡ് ചെയ്യില്ല. ഇത് തിരിച്ചു കയറി പോയത് നമ്മൾ ചിന്തിക്കേണ്ട 2 പ്രാവശ്യം എൻട്രി കിട്ടിയിട്ട് എന്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയത്, ഇനി ഇതിന്റെ പുറകെ പോകാൻ സാധിക്കില്ല. പക്ഷേ ഇത് ആ സിസ്റ്റം ഫോളോ ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം 900 മുകളിൽ എൻട്രി കിട്ടുകയും ചെയ്തു. ഇത് ഏകദേശം 950 അടുത്ത് വരെ എത്തി. മാർക്കറ്റ് താഴേക്ക് വന്നു, പിന്നെയും തിരിച്ചേറി 935 എത്തി. ഏകദേശം അത്യാവശ്യം നല്ലൊരു പെർസെന്റേജ് ഇന്ന് ഒരു ദിവസം കൊണ്ട് ഈ ഒരു സ്റ്റോക്ക് മൂവ് ചെയ്തു. അതുപോലെ തന്നെ ഈ സ്റ്റോക്കിന്റെ അടുത്തൊരു ലക്ഷണം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. കാരണം ഇതിന് അടുത്തൊരു മൂവ്മെന്റിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇവിടുന്ന് തുടങ്ങിയ ഒരു മൂവ്മെന്റ് ആണ്. ഈ മൂവ്മെന്റ് ഇനിയും കയറാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിത് ഹോൾഡ് ചെയ്യാം. ലോങ് ടൈമിലേക്കൊക്കെ ആണെങ്കിൽ ഹോൾഡ് ചെയ്യാം, ഷോർട്ട് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാം. അപ്പോ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകുമ്പോൾ എക്സിറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഡ്യൂട്ടിയാണ്. ആ ഡ്യൂട്ടി ചെയ്യാൻ എന്തുകൊണ്ട് മനസ്സ് വരുന്നില്ല? അതിന്റെ അർത്ഥം അത് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടല്ലേ? അതല്ലെങ്കിൽ ആ എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ഡ്യൂട്ടി. എക്സാമ്പിൾ പറയാണ്, എന്റെ ജോലി ഈ സ്റ്റോക്ക് മാർക്കറ്റിലെ ട്രെയിനിങ് പ്രോഗ്രാം നടത്തുക. അതായത് നിങ്ങൾ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടുകൾ ചെയ്തു തരിക എന്നുള്ള എന്റെ ഡ്യൂട്ടിയാണ്. അത് ഞാൻ ചെയ്യാതിരിക്കുന്നതും അതിനൊരു പല എക്സ്ക്യൂസുകൾ കണ്ടെത്തുന്നതിലും ഒരു ന്യായീകരണവും ഇല്ല. അതുപോലെ എന്റെ മറ്റൊരു ഡ്യൂട്ടിയാണ് എന്റെ ഫാമിലിയുടെ നല്ല രീതിയിലുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളത് എന്റെ ഒരു ഡ്യൂട്ടിയാണ്. അത് ഞാൻ എന്തെങ്കിലും എന്റെ മൈൻഡ് സെറ്റ് കൊണ്ട് അല്ലെങ്കിൽ എന്റെ മാനസികമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഞാനത് ചെയ്യാതിരുന്നാൽ അത് എന്നോട് തന്നെ കാണിക്കുന്ന ഒരു നീതികേടാണ്. അതല്ലെങ്കിൽ എന്നോട് തന്നെ കാണിക്കുന്ന ഉത്തരവാദിത്തമില്ലായ്മയാണ്. അതുപോലെ തന്നെയാണ്
നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം അനുസരിച്ച് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടെങ്കിൽ, ഞാൻ മാർക്കറ്റിന്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ, എന്റെ കണ്ണിൽ അത് പെട്ടിട്ടുണ്ടെങ്കിൽ, എന്റെ ക്യാപിറ്റൽ മാനേജ്മെന്റ് അനുസരിച്ചുള്ള ക്വാണ്ടിറ്റി ബൈ ചെയ്യുകയും എന്റെ റിസ്ക് മാനേജ്മെന്റിന് അനുസരിച്ചുള്ള ട്രേഡ് ആണത് വരുന്നെങ്കിൽ അത് എടുക്കാതിരിക്കുന്നതും ഞാൻ എന്റെ പ്രൊഫഷനോട് അല്ലെങ്കിൽ എന്റെ ജോലിയോട് അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട എന്റെ കർത്തവ്യത്തോട് കാണിക്കുന്ന നീതികേട് തന്നെയാണ്, ഒരു സംശയമില്ല. ഇനി ഞാൻ ആ ഒരു എൻട്രി എടുത്തതിന് ശേഷം അത് താഴെ വരുമ്പോൾ എക്സിറ്റ് ചെയ്യുക എന്നുള്ളത് അതെന്റെ ഡ്യൂട്ടിയാണ്, എന്റെ കടമയാണ്, കർത്തവ്യമാണ്. അത് ചെയ്യാതിരിക്കുന്നത് ഞാൻ എന്റെ പ്രൊഫഷനോട് അല്ലെങ്കിൽ എന്നോട് തന്നെ കാണിക്കുന്ന നീതികേടാണ്. ഇതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ നമ്മളോട് തന്നെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കണം. ഈ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും, കാരണം സ്റ്റോക്ക് മാർക്കറ്റ് നമ്മൾ ട്രേഡ് ചെയ്യുന്ന എന്തിനാ? നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി, നമുക്ക് ആവശ്യമുള്ള വരുമാനം പണമായിട്ടും സമ്പത്തായിട്ടും അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു ജോലിയാണോ ബിസിനസ്സാണോ ചെയ്യുന്നത് നോക്കി, ആ ബിസിനസ്സിൽ ജോലിയിൽ ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഡോക്ടർ ഒരു ഡോക്ടറുടെ പ്രധാന ജോലി ഒരു പേഷ്യന്റിനെ പരിശോധിക്കുക, അവർക്ക് വേണ്ട അവരുടെ എന്താണോ അവരുടെ പ്രോബ്ലം അതിനുള്ള സൊല്യൂഷൻ ആ ഡോക്ടറുടെ കഴിവിന്റെ പരമാവധി അല്ലെങ്കിൽ ആ കഴിവ് മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് അതിന് വേണ്ട സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കുക. അത് കണ്ടെത്തി കൊടുക്കുന്ന ജോലി ഡോക്ടർക്കാണ്. അത് ഫോളോ ചെയ്യേണ്ടത് പേഷ്യന്റിന്റെ ജോലിയാണെങ്കിൽ പോലും അതായത് കഴിഞ്ഞ പ്രാവശ്യം വന്ന ഒരു പേഷ്യന്റ് എന്നോട് മോശമായിട്ട് പെരുമാറി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തൊട്ടടുത്തിരിക്കുന്ന പേഷ്യന്റിനോട് അത് വെച്ചുകൊണ്ട് ഒരു ഡോക്ടർ പെരുമാറാൻ പാടുണ്ടോ? പെരുമാറിയാൽ അദ്ദേഹം ഒരു ഡോക്ടർ ആവാൻ യോഗ്യനല്ല എന്നല്ല അർത്ഥം. അതുപോലെ തന്നെയാണ് ഒരു ടീച്ചർ കാര്യം എടുക്കുമ്പോൾ ഒരു കുട്ടി, ആ കുട്ടിയുടെ പെരുമാറ്റം എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് വെച്ചിട്ട് അടുത്തൊരു കുട്ടിയോട് ഞാനത് ചെയ്യാന്ന് പറഞ്ഞാൽ ആ തൊഴിൽ ചെയ്യാൻ ഞാൻ അർഹനല്ല. ഇത് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. സക്സസ് ഉള്ള സ്റ്റോക്ക് മാർക്കറ്റ് ഉൾപ്പെടെ ഏതൊരു പ്രൊഫഷനിലേക്ക് എടുത്താലും സക്സസ് ആകാനുള്ള ഒരു വഴി അല്ലെങ്കിൽ ഒരു മെത്തേഡ്, ഒരു സിസ്റ്റം, ഒരു രീതി നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് അറിയാമെങ്കിൽ, അറിയില്ലെങ്കിൽ പോട്ടെ, അത് നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ല. അറിയാമെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നത് ആ പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ യോഗ്യതയുണ്ടോ എന്ന് സ്വയം പരിശോധിക്കുക. പക്ഷെ അത്രയൊന്നും കഠിനമായിട്ട് ഞാൻ പറയുന്നില്ല, എങ്കിലും അത് എന്നോട് തന്നെ ഞാൻ ചെയ്യുന്ന ഒരു നീതികേടാണെന്ന് തിരിച്ചറിയാം. കാരണം നമുക്കറിയാം ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്നാൽ സ്റ്റോപ്പ് ലോസുകൾ വരും, ഹിറ്റാവും. പക്ഷെ അത് നമ്മളുടെ ക്യാപിറ്റലിനെ ബാധിക്കാതിരിക്കാനുള്ള ക്യാപിറ്റൽ ആൻഡ് റിസ്ക് മാനേജ്മെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഇപ്പൊ ഞാനൊരു യാത്ര പോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ തടസ്സങ്ങൾ വരാം, യാത്ര മുടങ്ങിപ്പോകാം, അതൊക്കെ സ്വാഭാവികം. പക്ഷെ ഇന്ന് വെച്ച് പിന്മാറാനുള്ളതല്ലല്ലോ ഞാൻ. എനിക്ക് ഇന്ന് പോകാൻ പറ്റിയില്ലെങ്കിൽ അടുത്തൊരു ദിവസം പോകണം, അത്രേ ഉള്ളൂ. പക്ഷെ അതുപോലെ തന്നെയാണ് ആ യാത്ര വേണ്ടെന്ന് വെക്കുന്നത് ഞാൻ എന്നോട് കാണിക്കുന്ന നീതികേടായിരിക്കും. ഇതുപോലെ നമ്മൾ ഓരോരുത്തരും ഒരു ജോലി, ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഏർപ്പെടുമ്പോൾ അതിന് അനുയോജ്യമായിട്ട് നമ്മൾ മാറാൻ തയ്യാറാവണം. നമ്മൾ മാറാൻ തയ്യാറാണെന്ന് വെക്കുമ്പോൾ പലപ്പോഴും പറയും അതെനിക്ക് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ചോദിച്ചേ, മറ്റൊരാളോട് ഇതേ ചോദ്യം ചോദിച്ചേ, അവർക്ക് പറ്റുന്നില്ലേ? എല്ലാവർക്കും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അതാർക്കും പറ്റില്ല എന്നാണ്. പക്ഷെ കുറച്ചു പേർക്ക് ഒരു കാര്യം, എക്സാമ്പിൾ ഈ പറഞ്ഞ കാര്യം തന്നെ, സ്റ്റോപ്പ് ലോസ് ഹിറ്റായി ആ സ്റ്റോപ്പ് ലോസിൽ എക്സിറ്റ് ചെയ്യാൻ കുറച്ചു പേർക്ക് പറ്റുന്നില്ല, കുറെ പേർക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ പറ്റാത്തവർ മെനക്കെടാത്തത് കൊണ്ടാണ്, പരിശ്രമിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് അവർക്ക് ഇതുവരെ മനസ്സിലാവാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ ജാഗ്രതയോടുകൂടി, ശ്രദ്ധയോടുകൂടി, ആത്മാർത്ഥമായിട്ട് ചെയ്യാം. ഇപ്പൊ ഉദാഹരണം യാത്ര പോകുന്നു, ഞാൻ വണ്ടി ഓടിച്ചു പോകുന്നു, എന്റെ തൊട്ടു മുമ്പിൽ ഒരു അപകടം നടക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത് എന്റെ ഡ്യൂട്ടിയാണ്. അത് അവിടെ നടന്നല്ലേ എനിക്കെന്ത് ബാധിക്കുന്ന ഓർഡർ ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്യാതെ മുന്നോട്ട് പോകേണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ ഉത്തരവാദിത്വം ഇല്ലായ്മയാണ്, അതല്ലെങ്കിൽ അത് എന്റെ മാത്രം ഇഷ്യൂ ആണ്. അപ്പോൾ സ്വയം ചിന്തിക്കുക, ഞാൻ എന്തുകൊണ്ടാണ് അവിടെ എക്സിറ്റ് ആവാത്തത്, എന്താണ് അതിന്റെ റീസൺ, തിരിച്ചു കയറി വരും എന്നുള്ള എന്റെ തോന്നൽ മാത്രം. തോന്നൽ അത് ഓരോ നിമിഷം മാറി മറിഞ്ഞുകൊണ്ടിരിക്കില്ലേ? പക്ഷെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ്, ഒരു സിസ്റ്റം, ഒരു രീതി, ഇത് ഇങ്ങനെയൊന്നും മാറി മറിയില്ലല്ലോ. നഷ്ടമോ ലാഭമോ രണ്ടെന്തും ആട്ടെ, സ്ഥിരമായിട്ട് നമ്മൾ ഒരേ കാര്യം തന്നെ. ഇപ്പൊ നമ്മൾ തോമസ് സാർ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യം തന്നെ നമ്മൾക്ക് എല്ലാവരും കേട്ടതാണ്. പുലി വരുന്നേ പുലി ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ്. സ്ഥിരമായി കേട്ടപ്പോൾ, അത് സ്ഥിരമായിട്ട് ചെയ്തപ്പോൾ ഒരു അപകടത്തിൽ നിന്ന് പെട്ടുപോയി. അല്ലെങ്കിൽ അത് സ്ഥിരമായിട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ, മീൻസ് അങ്ങനെ ഒരു കളിയാക്കൽ, ഒരു പറ്റിക്കൽ അവൻ ചെയ്തില്ലായിരുന്നെങ്കിൽ അവന് വലിയ അപകടം സംഭവിക്കില്ലായിരുന്നു. അപ്പോൾ എന്താണോ നമുക്ക് ഗുണകരമാകുന്നത് അത് നമ്മൾ ഫോളോ ചെയ്യാൻ മടിക്കരുത്. എന്തിന്റെ പേരിലാണെങ്കിലും മടിക്കരുത്. ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലും പറഞ്ഞത്. നമുക്ക് ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സക്സസ് ആവണമെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ മൈൻഡ് സെറ്റ് പോരാ എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് വരുമ്പോൾ നമ്മളുടെ ക്ലാസ്സിൽ ഏറ്റവും അധികം, എന്റെ ഊഹം ശരിയാണെങ്കിൽ, ടെക്നിക്കും മെത്തേഡൊക്കെ സ്ട്രാറ്റജിക്ക് എത്രത്തോളം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ അതുപോലെ, അതല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടിക്ക് മുകളിലായിട്ട് നിങ്ങൾക്ക് സ്വയം അല്ലെങ്കിൽ
ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഉദാഹരണം ഇപ്പൊ സുരേഷ് സാർ പറഞ്ഞു, കാരണം സുരേഷ് സാറിനോടൊക്കെ അത് സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോ ഈ വാക്കൊക്കെ പറയുന്നത്. സുരേഷ് സാർ പറഞ്ഞു എനിക്കൊരു സ്റ്റോക്ക് വലിയ ലോസുകൾ വരുന്നു. റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകുന്നു. പക്ഷേ എനിക്കറിയാം അവിടെ എക്സിറ്റ് ചെയ്യേണ്ടതാണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ എക്സിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ കാരണം നമ്മുടെ മൈൻഡ് സെറ്റ് മാത്രമാണ്. അപ്പോ ആ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ആദ്യം ചേഞ്ച് ചെയ്യേണ്ടത് മൈൻഡ് സെറ്റ് ആണ്. അത് ഞാൻ എത്ര ഏജ് ഉള്ള ആളാണെന്നുള്ള അവിടെ മാറ്ററേ അല്ല. എനിക്ക് ഇവിടെ സക്സസ് ആവണമെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇപ്പൊ ഇത്രയും കാലം ഈ ഇഷ്യൂ കൊണ്ട് എന്തുമാത്രം പണം നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവും. ആ ഇഷ്യൂ അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിന് നമ്മൾ മറികടന്നിരുന്നെങ്കിൽ ഇപ്പോ നമുക്ക് അത്രയും വലിയ നഷ്ടങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. ഇത് ഇപ്പോ ഈ നിമിഷം എന്റെ ഒരു പുതിയ തുടക്കമാണെന്ന് കരുതുക. അതായത് ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്നത്തെ ട്രേഡ് വരെ എന്ത് സംഭവിച്ചോ അതിന് തിരുത്താൻ പറ്റില്ല. എന്നാൽ നാളെ മുതൽ ഞാൻ നിശ്ചയിച്ച ഒരു സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ മുതൽ ഞാൻ എക്സിറ്റ് ചെയ്തിരിക്കും എന്ന് ഞാൻ തീരുമാനിക്കാനല്ല ഞാൻ പറഞ്ഞു, നടപ്പാക്കുക തന്നെ ചെയ്യണം. അങ്ങനെ നടപ്പാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഇനി ഫ്യൂച്ചറിലേക്ക് അത്തരം സാഹചര്യങ്ങൾ വരുമ്പോഴും നമുക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള മൈൻഡ് ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ സംഭവിക്കുന്നത് ഇപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റായി അത് തിരിച്ചു കയറി വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ കാത്തിരുന്നാൽ എന്റെ ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ അത് തിരിച്ചു കയറി വന്നു സങ്കല്പിക്കുക. അങ്ങനെ വരുമ്പോൾ അടുത്തൊരു മാർക്കറ്റ് ദിവസങ്ങളിലും സ്റ്റോപ്പ് ലോസ് ഹിറ്റായി ഞാനിത് വീണ്ടും കാത്തിരിക്കും തിരിച്ചു കയറി വരാൻ വേണ്ടി. അവിടെയും വന്നു വെച്ചോ ഞാൻ ക്ഷമയോടെ നോക്കിയിരിക്കും. അപ്പൊ അടുത്തൊരു ദിവസവും മാർക്കറ്റിൽ അതുപോലെ എന്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി പിന്നെ ഞാൻ എക്സിറ്റ് ചെയ്യുന്ന പ്രശ്നം ഉദിക്കില്ല. കാരണം കഴിഞ്ഞ 2 പ്രാവശ്യം അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയതിനു ശേഷം അത് മാർക്കറ്റ് തിരിച്ചു കയറി വന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനിയും കയറി വരാൻ ചാൻസ് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അപ്പോൾ എന്റെ സിസ്റ്റം അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന മെത്തേഡ് അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്ന രീതി അനുസരിച്ച് അത് വയലേറ്റ് ചെയ്യാൻ ഞാൻ നിർബന്ധിതനായിക്കൊണ്ടിരിക്കുന്നു. കാരണം എന്റെ റിസൾട്ട് അങ്ങനെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയതിനു ശേഷം അത് തിരിച്ചു കയറി വന്നു. അപ്പോൾ എന്റെ എക്സ്പീരിയൻസ് അതാണ്. അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ലോസിന് കീപ്പ് ചെയ്യണം. അങ്ങനെ ഒരു റോങ് സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ട് വന്നാൽ ഉള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം പുതിയ വരുന്ന പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് മൊത്തത്തിൽ ട്രെൻഡ് റിവേഴ്സ് ആകുമ്പോൾ നമ്മുടെ കൈവശം ഇരിക്കുന്ന ഒരൊറ്റ ട്രേഡും ഒരൊറ്റ സ്റ്റോക്കും നമ്മൾ എക്സിറ്റ് ചെയ്യാതെ ക്ഷമയോടെ കാത്തിരിക്കും. റീസൺ എന്താ? നമ്മൾക്ക് പലപ്പോഴും അനുഭവമുണ്ട്. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയതിനു ശേഷം ഇത് തിരിച്ചു കയറി വരുന്ന ഒരു അനുഭവം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇനിയും അത്തരം അത്ഭുതങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നു. നേരെ മറിച്ച് സിസ്റ്റം അനുസരിച്ച് എക്സിറ്റ് ചെയ്യേണ്ട സമയത്ത് എക്സിറ്റ് ചെയ്യുകയും തിരിച്ച് എൻട്രി എടുക്കേണ്ട സമയം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു വൈരാഗ്യം ഒരു സ്റ്റോക്കിനോട് ഇല്ലല്ലോ. തിരിച്ച് എൻട്രി എടുക്കുകയും ചെയ്യേണ്ട ഒരു ശീലം, ഒരു രീതി നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്താൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോങ് ടൈമിലേക്ക് നമുക്ക് വലിയ രീതിയിൽ ഗ്രോത്ത് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റം നമ്മളിൽ സംഭവിക്കും. അതല്ലെങ്കിൽ മാറ്റം നമ്മൾ സംഭവിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മാർക്കറ്റ് റിവേഴ്സ് ആവുന്നു, മാർക്കറ്റ് അതിന്റെ രീതി അനുസരിച്ച് തിരിച്ചു കയറി വരുന്നു. അപ്പൊ നമുക്ക് ലോസ് ഇല്ലാത്ത അവസ്ഥയിലെത്തി. പക്ഷെ അപ്പോൾ നമ്മൾ പുതിയൊരു സിസ്റ്റം, അത് റോങ് ആയിട്ടുള്ള സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയുള്ള നമ്മുടെ മൈൻഡ് സെറ്റും ചിന്താഗതികളും നമ്മുടെ ട്രേഡിംഗ് രീതികളും മാറ്റിയെടുക്കുമ്പോഴാണ് നമുക്കൊരു സക്സസ്ഫുൾ സിസ്റ്റത്തിലേക്ക് എത്താൻ സാധിക്കുകയും അത് നമുക്ക് ലോങ് റണ്ണിങ്ങിലേക്ക് നമുക്ക് വലിയ രീതിയിൽ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളുടെ ശീലങ്ങളെ, നമ്മളുടെ ഒരു മൈൻഡ് സെറ്റിനെ നമുക്കേ മാറ്റാൻ പറ്റൂ. മറ്റ് പുറത്തുനിന്ന് ഒരാൾക്ക് വന്നിട്ടും അത് മാറ്റാൻ കഴിയില്ല. നമ്മൾ പരിശ്രമിച്ചെങ്കിൽ മാത്രമേ മാറൂ. ഇത്രയൊക്കെ ആയില്ലേ ഇനി ഞാൻ അല്ല. ഇനിയും നമ്മുടെ മുമ്പിൽ അവസരങ്ങളുണ്ട്, ഇനിയും നമ്മുടെ മുമ്പിൽ കാലങ്ങളുണ്ട്. അപ്പോൾ ഈ നിമിഷം മുതൽ ഇനി എന്റെ മുമ്പിൽ, എന്റെ കയ്യിൽ, ഞാൻ വീണ്ടും പറഞ്ഞ ക്ലാസ്സിൽ തുറന്നു പറയുന്നതല്ല, ഇനി എന്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കില്ല എന്ന് മനഃപൂർവ്വം നമ്മൾ പരിശ്രമിക്കണം. ഇൻ കേസ് അറിയാതെ 1, 2, 3 പ്രാവശ്യമൊക്കെ വീണ്ടും തെറ്റുകൾ ചിലപ്പോൾ സംഭവിച്ചേക്കാം. പക്ഷെ ഓരോ തെറ്റ് സംഭവിക്കുമ്പോഴും നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം ഇനി എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നുള്ള ഉറച്ച രീതിയിൽ നമ്മൾ ഓരോ നിമിഷവും ഒരു മിസ്റ്റേക്ക് വരാൻ നേരത്ത് നമ്മുടെ മനസ്സിനോട് തന്നെ പറയണം ഇത് എനിക്കുള്ളതല്ല, അല്ലെങ്കിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്റെ മൈൻഡിൽ ഇങ്ങനത്തെ ഒരു ശീലം വേണ്ട, എന്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു ശീലം വേണ്ട എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഉറച്ച് തീരുമാനമെടുത്തുകൊണ്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് ഏതൊരു നമ്മുടെ ദുശീലങ്ങൾ, ഒരുപക്ഷെ ഇപ്പൊ ഇതൊരു ദുശീലം തന്നെയാണ്. ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ട് നമുക്കറിയാം, അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആണെന്ന് നമുക്കറിയാം, പക്ഷെ എക്സിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് മറ്റേതൊരു ദുശീലം പോലെ തന്നെ ദുശീലം തന്നെയാണ്. അപ്പോൾ ദുശീലങ്ങൾ ഇനി നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല. ഈ ദുശീലങ്ങളിൽ നിന്ന് ഞാൻ മറികടക്കുമെന്ന് ഉറപ്പിച്ച് അതിനുവേണ്ടി പരിശ്രമിക്കുക. എഫേർട്ട് എടുത്തേ ഓക്കെ സാർ. അത് ഞാൻ മന്ത്ലി കോൺട്രാക്ട് എടുത്തത് ബാങ്ക് നിഫ്റ്റി കേൾക്കുന്നുണ്ടോ സാർ? മന്ത്ലി കോൺട്രാക്ട് എടുത്തത് വേറെ കിട്ടില്ലല്ലോ.
മന്ത്ലി കോൺട്രാക്ട് എടുത്തു കഴിഞ്ഞിട്ട് അത് പിന്നെ ഞാൻ എക്സിറ്റ് ചെയ്ത് രണ്ടാമത്തെ ക്യാൻഡിൽ പിന്നെ അത് പിടിച്ചു കയറി, നല്ലപോലെ കയറി 600 പോയിന്റ് 640 പോയിന്റ് താഴത്തോട്ട് പോയപ്പോഴാണ് പിന്നെ ഞാൻ എക്സിറ്റ് ചെയ്യും. പിന്നെയും പോയാൽ ക്യാപിറ്റൽ മൊത്തം പോകുന്നോർത്ത് ഞാൻ അത് പിന്നെ എക്സിറ്റ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് അപ്പൊ തന്നെ അത് കയറി 200 പോയിന്റ് 600 നിന്ന് 400 പോയിന്റ് റിക്കവർ ചെയ്ത് കയറി വന്നെന്നാണ് എന്റെ സങ്കടകരമായ ഒരു അവസ്ഥ. അത് നമുക്കുള്ളതല്ല സാറേ, നമുക്കുള്ളതല്ല. ഞാൻ പറഞ്ഞത് അത് അങ്ങനത്തെ ഒരു അവസ്ഥ നേരത്തെ ഉണ്ട്. സാറ് പറഞ്ഞ പോലെ മൈൻഡിന്റെ ഒരു പ്രശ്നമുണ്ട് അതിനകത്ത്. അത് പലപ്പോഴും നമ്മളെ ചില എക്സ്പീരിയൻസുകൾ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സപ്പോർട്ടിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ അന്നേരം അത് സിസ്റ്റം വയലേറ്റ് ചെയ്യേണ്ട വന്നു പോയത്. മന്ത്ലി കോൺട്രാക്ട് ആണെന്നുള്ള ഒരു ധാരണയും മനസ്സിൽ ഉണ്ടല്ലോ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് അങ്ങനെ വന്നത്. അതിനെ എങ്ങനെയെങ്കിലും കടിഞ്ഞാണിടും എന്നുള്ളതാണ് ഇപ്പൊ സാറിന്റെ ഈ ഇത് ഓർമ്മപ്പെടുത്തലുകളിൽ നിന്ന് എന്റെ മനസ്സ് പഠിപ്പിക്കുന്നത്. അതുപോലെ മറ്റൊരു കാര്യം കൂടെ പറയാം സാറേ, എപ്പോഴും നമ്മുടെ ഈ സിസ്റ്റം, അതിനേക്കാൾ ഉപരി റൂൾസ് ആൻഡ് റെഗുലേഷൻസും സിസ്റ്റം ഒക്കെ വയലേറ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് അറിയാം സാറേ? എപ്പോഴാണ് നമ്മൾ ഈ സിസ്റ്റവും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വയലേറ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് അറിയാം? എപ്പോഴാ സാർ? എപ്പോഴാണ്? ആരെങ്കിലും പറഞ്ഞു? അല്ല, അതൊന്നുമല്ല കാരണം. അഹങ്കാരം, അതുമല്ല. ഓവർ കോൺഫിഡൻസ് ആണ് ഉദ്ദേശിച്ചത്. അതുമല്ല. അതിന്റെ അപകടം നമുക്ക് വലിയ കാര്യമായിട്ട് എഫക്ട് ചെയ്യില്ല എന്നുള്ള തോന്നലുണ്ടാകുമ്പോഴാണ്. ഇവിടെ നടത്തുന്ന നിയമലംഘനങ്ങൾ നമ്മളൊരു വിദേശ രാജ്യത്ത് പോയിട്ട് നടത്തുമോ? ഇവിടെ നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന ഒരു നിയമലംഘനം വിദേശ രാജ്യത്ത് പോയിട്ട് നമ്മൾ നടത്തുമോ? പ്രത്യേകിച്ച് കഴിയില്ല. കറക്റ്റ് ആയിരുന്നു കേട്ടോ സാർ. അപ്പൊ നമ്മള് ഇച്ചിരി റിലയൻസിൽ നമുക്ക് ഓപ്ഷൻ ചെയ്തപ്പോ കിട്ടിയ ഒരു 6000 rupees ആണ് ആ ലോസിലേക്ക് ഞാൻ സാക്രിഫൈസ് ചെയ്തത്. നമ്മുടെ ഈ വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഇപ്പൊ തന്നെ ഉണ്ട്, UAE ഉൾപ്പെടെ മറ്റ് വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഇവിടെ നമ്മൾ സാധാരണയായിട്ട് നടത്തുന്ന നിയമലംഘനങ്ങളും ഈ കുരുത്തക്കേടുകളൊക്കെ ആ രാജ്യങ്ങളിൽ പോയി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? കഴിയില്ല. എന്തുകൊണ്ടാണ് കഴിയാത്തത്? നിയമം സ്ട്രോങ് ആണ്. സ്ട്രോങ് എന്നല്ല സാറേ, നമുക്കൊരു തോന്നലുണ്ട് അഥവാ പിടിക്കപ്പെട്ടാൽ പിന്നെ ഒരു ജീവിതം ഇല്ല എന്നുള്ളത്, അല്ലേ? ആ ഭയമാണ് സാറേ നിയമം പാലിക്കാനും സിസ്റ്റം പാലിക്കാനും റൂൾസ് വയലേറ്റ് ചെയ്യാതിരിക്കാനൊക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം. ഇവിടെ അതല്ല. ഇവിടെ നമ്മളെ സംബന്ധിച്ചോളം ഏതെങ്കിലും രീതിയിൽ ഒരു രാഷ്ട്രീയക്കാരെ നമ്മളെ രക്ഷിച്ചോളും എന്നുള്ളൊരു മൈൻഡാണ്. അപ്പോ സിസ്റ്റം പാലിക്കണമെങ്കിൽ അതിന്റെ അപകടം നമുക്ക് ബോധ്യമാണ്. ഓക്കെ സാർ, അതിന് ശ്രദ്ധിക്കുന്നതായിരിക്കും സാർ, തീർച്ചയായിട്ടും. അപ്പോ സീരിയസ് ആയിട്ട് കാണുക, പ്രൊഫഷനെ സീരിയസ് ആയിട്ട് കാണുക. തീർച്ചയായിട്ടും സാറേ, തീർച്ചയായിട്ടും. സുരേഷ് സാറേ, സാർ ഞാൻ മാസ്റ്റേഴ്സ് ക്ലബിൽ വന്നത് ഒരു കൺസിസ്റ്റന്റ് പ്രോഫിറ്റ് നേടിയൊരു വ്യക്തിയായിട്ടല്ല ഞാൻ വന്നത്. അത് അവിടെ നിൽക്കട്ടെ. ഞാൻ വേറൊരു കാര്യം, എത്ര ഏജ് ഉണ്ട് ഇപ്പോ? എനിക്ക് 57 ആയി. എത്ര? 57, 57. ഇത്രയായുള്ളൂ? റിട്ടയർ ചെയ്ത് കഴിഞ്ഞല്ലേ സാറേ? കഴിഞ്ഞ വർഷം. എന്തോ? കഴിഞ്ഞ വർഷം റിട്ടയർ ചെയ്തല്ലേ ഉള്ളൂ. ഓ, ആ സത്യം പറയാലോ, സാറിന്റെ എന്താ പറയാ ചർമ്മം കണ്ടാൽ കുറച്ചും കൂടെ പ്രായം തോന്നുന്നു. തീർച്ചയായിട്ടും. അടുത്ത 1-2 വർഷം കൊണ്ട് ഇതുവരെയുള്ള ഈ 57 വർഷം കൊണ്ട് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയിരിക്കുന്ന നമ്മളുടെ ക്യാരക്ടറും മൈൻഡ് സെറ്റും ഇനിയുള്ള 2 വർഷം കൊണ്ട് പൊളിച്ചടുക്കിക്കൊള്ളുക. തീർച്ചയായിട്ടും ഞാനത് തീരുമാനിച്ചിട്ടുണ്ട്. സെറ്റോ മറ്റു കാര്യങ്ങളല്ല, ഈ 57 കൊല്ലം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന നമ്മളുടെ സ്വഭാവം, മൈൻഡ് സെറ്റ്, നമ്മളുടെ ക്യാരക്ടർ, നമ്മുടെ ശീലങ്ങൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ, ഇതൊക്കെ ഇനിയുള്ള 1-2 വർഷം കൊണ്ട് മുഴുവൻ മാറ്റിയെഴുതുക. തീർച്ചയായിട്ടും. ഓക്കെ, അങ്ങനെ മാറ്റിയെഴുതിക്കുമ്പോൾ 60ാമത്തെ വയസ്സിൽ സാർ ഒരു പുതിയ ചെറുപ്പക്കാരനായ മനുഷ്യനായിട്ട് മാറും. ആ 60ാമത്തെ വയസ്സ് മുതൽ ഒരു 5-10 വർഷം കൊണ്ട് സാറിന് ഇനി അങ്ങോട്ടുള്ള 90 വയസ്സ് വരെ ജീവിക്കാനുള്ള സമ്പാദ്യം ഉണ്ടാക്കാം. തീർച്ചയായിട്ടും സാറേ. താങ്ക് യു സാർ. അങ്ങനെ ചെയ്യാം സാറേ, തീർച്ചയായിട്ടും. യെസ്. ഇത് ഏതെങ്കിലും ചെറുപ്പക്കാരൻ ഇത്ര ഉറച്ചു പറയാ? എന്ത് സാറ് പറഞ്ഞപ്പോ എന്റെ സങ്കടങ്ങൾ തീർന്നു. സങ്കടങ്ങളൊന്നുമില്ല സാർ. അല്ല, അതിന്റെ അല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് ഈ സിസ്റ്റം വയലേറ്റ് ചെയ്ത് നമുക്ക് ലോസ് വന്നു, അതൊക്കെ വന്നപ്പോ നമുക്കൊരു പ്രയാസം തോന്നി അതിനകത്ത്. അതെ, ലിജോ സാറിനോട് ഒരു ചോദ്യം ചോദിച്ചാൽ മതി. അതെ. എന്നാ സാറേ? ഈ 3 വർഷം കൊണ്ട് സാറ് പഠിക്കാൻ വേണ്ടി എത്ര രൂപ ഫീസ് മുടക്കിയെന്ന് കൂട്ടിയാൽ മതി. അപ്പൊ ഇത്രയും കാലത്തെ ലോസ് ഓഫ് ഫീസ് ആയിട്ട് കണക്കാക്കിയാൽ മതി.
പക്ഷെ കഴിഞ്ഞ കാലങ്ങളിലെ തെറ്റ് ഞാൻ ഇനി ആവർത്തിക്കരുത്. അത്രേ ഉള്ളൂ. ഇന്ന് വരെ എന്ത് തെറ്റ് ചെയ്തോ, എന്ത് മിസ്റ്റേക്ക് പറ്റിയോ, എന്തെങ്കിലും എന്റെ ഈ പറഞ്ഞ അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല സാറേ. അതൊക്കെ കഴിഞ്ഞു പോയി. പക്ഷെ ഈ നിമിഷം മുതൽ ഇനി എന്റെ ഭാഗത്തുനിന്ന് അറിഞ്ഞുകൊണ്ടോ അറിയാതെ ഒരു മിസ്റ്റേക്ക് ഇല്ലാതിരിക്കാൻ ഞാൻ ശ്രമിക്കും. ഈ സിസ്റ്റം വയലേറ്റ് ചെയ്യണത് ഒരു പ്രശ്നം തന്നെ കേട്ടാ. നമുക്കതിൽ ദുഃഖം തോന്നുന്ന സാധനം. വേദന ചെറുതായതുകൊണ്ടോ, വലിയ വേദനയ്ക്കാണെങ്കിൽ ദുഃഖമല്ല തോന്നുക, പിന്നെ വയലേറ്റ് തോന്നില്ല. ഇന്ന് സാറേ ഞാൻ ആ ഓവർനൈറ്റ് എടുക്കുന്നത് നിർത്തിയതാ. വെറുതെ 2 ബാങ്ക് നിഫ്റ്റി എടുത്ത് 2000 ചില്ലാൻ രൂപ ലോസ് വന്നിട്ട് 2000 ചില്ലാൻ രൂപ ലോസിന്റെ അല്ല, ഞാനത് നിർത്തി പരിപാടി വീണ്ടും ചെയ്തതിലൊരു വിഷമം. പക്ഷെ നമ്മളത് വീണ്ടും പ്രോഫിറ്റിലേക്ക് ആക്കിയല്ലോ. പിന്നെ 3 ലോട്ടില്ലേ, ഞാനപ്പോ അത് വിട്ട് കളഞ്ഞു പറഞ്ഞില്ലേ. എനിക്കത് തിരിച്ചു കയറിയപ്പോ എനിക്കറിയായിരുന്നു അത് തിരിച്ചു കയറി പോകുന്നു. എന്നിട്ട് ഞാൻ മറക്കട മുഷ്ടി കാണിച്ചത് കൈപ്പിടിച്ചിരുന്നു. എന്നിട്ടോ പക്ഷെ ആ നേരത്ത് കോൾ എടുത്താൽ അവർ ബുദ്ധി കാണിച്ചു. അതുകൊണ്ട് അതിന്റെ ലോസ് ഒരു പരിധി വരെ കവർ ചെയ്യാൻ പറ്റി. ലിജോ സാർ എങ്ങനെ തിരിഞ്ഞാലും അവസാനം 4 കാലം വീഴും സാറേ. അല്ല, അത് മോളി കയറി പോയപ്പോ ഞാൻ ആലോചിച്ചു, ഞാൻ വാക്ക് പറഞ്ഞാണ്. അതെ ഞങ്ങളെ സംബന്ധിച്ച് ആ ഒരു നിലവാരത്തിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല ഇതുവരെയായിട്ടും. സന്തോഷ് സാറേ, ഞാൻ അങ്ങനെ പറയുകയും ചെയ്തു. ഞാൻ എന്തായാലും എക്സിറ്റ് ചെയ്തില്ല എന്ന് പറയുകയും ചെയ്തു. പിന്നെ ഞാൻ ആലോചിച്ചു വേറെ എന്ത് വഴി, ഒന്നുമില്ല, കോളുമ പിടിക്കുക. പക്ഷെ സംഭവം 1000 ചില്ലാൻ രൂപ ലോസിലാ കിടക്കണേ, പൊസിഷൻ കിടക്കണുണ്ട്. പക്ഷെ ഞാനത് ചെയ്തത് മോശമായൊന്ന് പൈസയല്ല മോശമായി പോയത്. സാറേ വേറെ കാര്യം കൂടെ പറയട്ടെ. ഞാനൊരു വാശിയിലാണ്, ഇന്നത് ചെയ്യില്ല. ഉദാഹരണം ചുമ്മാ ഒരു എന്താ പറയുക അവിഞ്ഞ എക്സാമ്പിൾ ആണ്, എന്നാലും പറയാം. ഇന്നത്തെ ദിവസം ഞാൻ ഇവിടുന്ന് എറണാകുളം പോകുന്നവരെ സഡൻ ബ്രേക്ക് ഇടില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ട് പോകുന്നു. അല്ലെങ്കിൽ ആരോടെങ്കിലും വാക്ക് പറഞ്ഞിട്ട് പോകുന്നു. വാക്ക് പറയുന്നതാണോ അപകടം? അല്ല, വാക്ക് വാക്കല്ലേ മാറ്റാൻ പറ്റുള്ളൂ, പറഞ്ഞ വാക്ക് മാറ്റാൻ പറ്റും. അപ്പൊ നമ്മുടെ ഗ്രോത്തിന്, കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നമ്മുടെ ഗ്രോത്തിന് സഹായകരമാവുന്ന എന്ത് സാധനത്തിനും ഏത് നിമിഷവും നമ്മൾ സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം. ഇപ്പൊ ഒരു ഡിസിഷൻ എടുത്തു, ഞാനിപ്പോ ഇവിടുന്ന് എക്സിറ്റ് ചെയ്യുന്നുള്ള ഡിസിഷൻ എടുത്തു. മാർക്കറ്റ് പെട്ടെന്ന് സഡൻലി നമ്മുടെ ട്രേഡിന് അഗൈൻസ്റ്റ് റിവേഴ്സ് ആവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ അപ്പൊ ഡിസിഷൻ മാറ്റിക്കണം. അത്രേ ഉള്ളൂ. കാരണം നമ്മുടെ ഗ്രോത്തിനെ സഹായിക്കുന്ന എന്തും ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി, ആ തീരുമാനം ഒരു മിനിറ്റ് പോലും, ഒരു സെക്കൻഡ് പോലും വൈകിടും. അത് എന്റെ സത്യപ്രതിജ്ഞ ആണെങ്കിൽ പോലും ആ സത്യപ്രതിജ്ഞ പോട്ടെ വെക്കണം. അത് ഞാൻ ചെയ്തത് ഒരു മോശമായെന്ന് പിന്നെ എനിക്ക് തോന്നി. സംഭവം അത് പൈസയുടെ അല്ല, അങ്ങനെ വലിയ ലോസ് ഒന്നും, ലോസ് ഒരു മാതിരി കവർ ചെയ്തു. പക്ഷെ അല്ലായിരുന്നെങ്കിൽ എനിക്ക് ഏകദേശം ഒരു 10,000 അടുത്ത് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. സിസ്റ്റം ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാൻ എളുപ്പവഴി പറയട്ടെ. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ BJP പ്രസിഡന്റ് ചെയ്തൊരു ഇത് കണ്ടായിരുന്നോ? ഇല്ല, അത് കാണണം. അതായത് എന്തോ ഒരു കേസിന്റെ കേസല്ല, എന്തോ തമിഴ്നാട്ടിലൊരു സംഭവത്തിന് ബേസ് ചെയ്തിട്ട് അദ്ദേഹം പബ്ലിക് വന്ന് എത്രയോ ചാട്ടവാറടി സ്വന്തം ശരീരത്ത് മിസ്റ്റേക്ക് ചെയ്തെന്ന് തോന്നി കഴിയുമ്പോൾ വീട്ടിലൊരു ചാട്ടവാറ മേടിക്കുക, ഒരു 10 അവനായിട്ട് ചെയ്ത് കൊടുക്കുക ഓരോ ദിവസവും. അപ്പൊ തുടർച്ചയായിട്ടൊന്ന് വേദന എടുക്കുമ്പോഴേ ശരിയാവും. അത് സിനിമയിൽ ഒരു പണിഷ്മെന്റ് കണ്ടിട്ടുണ്ടായിരുന്നോ? ഒരു ഭാര്യയുടെ അടുത്ത് കൊടുത്താൽ മതി. അയാൾ DMK ഭരണത്തിൽ ഇറങ്ങുന്നവരെ ചെരുപ്പിടില്ല ചെയ്തു ആ സമയത്ത് പ്രൊജക്ട് ചെയ്തു. അതുപോലെ തന്നെ സിനിമയില് ഒരു പണിഷ്മെന്റ് കണ്ടിരുന്നോ? ഒരു ഫുട്ബോൾ കോച്ച് ആയിട്ടുള്ള ഒരു സിനിമയില്, എന്റെ പേര് ഞാൻ മറന്നു. വിജയുടെ ഫുട്ബോൾ കോച്ച് ആയിട്ടുള്ള ഒരു ഫിലിം ഉണ്ടായിരുന്നു. അതിൽ ഒരു പണിഷ്മെന്റ് ഉണ്ടായിരുന്നു. ഈ അവര് ഒരു വനിതാ ഫുട്ബോളിന്റെ കോച്ചാണ് പുള്ളി. അപ്പോ പെനാൽറ്റി പോലെ ഗോൾ പോസ്റ്റിന്റെ 4 മൂല മാർക്ക് ചെയ്തിട്ട് അതിലേക്ക് അടിച്ച് ഗോൾ കയറ്റിയിട്ടില്ലെങ്കിൽ ഈ ടീം മെമ്പേഴ്സ് മുഴുവൻ 10 റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം എന്നുള്ളതാണ് പണിഷ്മെന്റ്. ആദ്യത്തെ 5-6 പേര് മിസ് ചെയ്തു. അപ്പൊ ഓടുന്ന ഒരാൾ മാത്രമല്ല, മൊത്തം ടീമും ഓടുന്നു. ലാസ്റ്റ് ഇവര് വശം കിട്ടും. ആ സീനൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ലാസ്റ്റ് കണ്ടു. പിന്നെ ഒരൊറ്റ ആൾ പോലും മിസ് ചെയ്തില്ല. കാരണം എന്താ അറിയോ, ഇനി പറ്റില്ല എന്നുള്ള അവസ്ഥ വരുമ്പോ എങ്ങനെയെങ്കിലും അത് ശരിയാക്കും. അതുപോലെ എല്ലായിടത്തും, സ്റ്റോക്ക് മാർക്കറ്റിൽ ഉൾപ്പെടെ. ഇപ്പൊ നമുക്കൊക്കെ എന്ന് പറയുമ്പോ എവിടുന്നെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടല്ലോ. അപ്പൊ പിന്നെ കുഴപ്പമില്ല. റൈറ്റ്.
ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. ഇനി ഇതുപോലത്തെ എന്തായാലും നമ്മൾ ഇതുപോലെയായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടോ? ഉണ്ട്. വേറൊരു കാര്യം കേട്ടോ, ഞാൻ കുറ്റപ്പെടുത്തും, കളിയാക്കും, അല്ലെങ്കിൽ ഞാൻ മോശമായിട്ട് സംസാരിക്കുന്നൊന്നും പ്രതീക്ഷിക്കരുതല്ലോ. ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല സാറേ. ഇല്ല സാർ, ഇതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. നമ്മള് നല്ല കാര്യം നമ്മുടെ കാര്യങ്ങളോട് നമുക്ക് പറഞ്ഞാലേ ഞങ്ങൾ നേരെയാവുള്ളൂ. സാറേ ഞാന് 100% പറയാണ്. ഞാന് സന്തോഷ് സാറിനെ കണ്ടുമുട്ടി, പിന്നെ തോമസ് സാറിന്റെ കുറച്ച് ക്ലാസ്സുകളും കേട്ടു. മെയിനായിട്ട് സാറ് തരുന്ന ഒരു പ്രോത്സാഹനം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ ലൈഫിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് വരുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇന്നൊന്ന് ചെറിയൊരു വ്യത്യാസം വന്നെങ്കിലും ആ വ്യത്യാസം വരുത്തിയത് മോശമായെന്ന് ആലോചിക്കാനുള്ള ഒരു മനസ്സ് വന്നിട്ടുണ്ട്. അത് ലിജോ സാറേ, ഇനി പ്രോഫിറ്റ് കിട്ടില്ലെങ്കിലും സാറിന്റെ വാക്കുകളെ നമ്മൾ ഇതായിട്ട് കാണും. കാരണം ഒരിക്കലും സിസ്റ്റം വയലേറ്റ് ചെയ്യത്തില്ല നമ്മളിനി. അല്ല, ഈ ട്രേഡില് മാത്രല്ല എല്ലാ കാര്യത്തിലും അത് നമുക്ക് പൊതുവായിട്ട് ജീവിതത്തിൽ അത് വലിയ കാര്യങ്ങളാണ്.